നമസ്കാരം. കേരള രാഷ്ട്രീയ ചരിത്രം നോക്കുമ്പോൾ സത്യസന്ധതയും ദൂരദർശിതത്വവുമായ നേതാക്കളെ സമൂഹം എന്നും വിലമതിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ രാഷ്ട്രീയക്കാരെ പാർട്ടിയിലെ ഗൂഢാലോചനകളും അധികാരമോഹവുമാണ് കൂടുതലായി ചുറ്റിപ്പറ്റുന്നത്. ഈ പശ്ചാത്തലത്തിൽ ശശി തരൂർ എന്ന വ്യക്തി മലയാള സമൂഹത്തിന് മുന്നിൽ ഒരു വ്യത്യസ്ത രാഷ്ട്രീയ മാതൃകയായി നിലകൊള്ളുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. വർഷങ്ങളായി കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരം തികച്ചും അധികാരം പിടിച്ചെടുക്കാനുള്ള ആർത്തിയിലും മോഹത്തിലും വ്യഗ്രതയിലുമാണ് നടന്നു പോകുന്നത്. പാർട്ടിയിലുടനീളം നിലനിൽക്കുന്ന കൂട്ടുകെട്ടുകൾ, നേതൃവിരോധം, സ്ഥാനലാഭം, കടിപിടി എന്നിങ്ങനെയുള്ള ചക്രവാളങ്ങൾ തേടിയാണ് നേതാക്കന്മാർ പലരും ഓടി നടക്കുന്നത്. എന്നാൽ തരൂർ അതിന്റെ മറുവശത്തുള്ള ഒരു രാഷ്ട്രീയ ശൈലി അവതരിപ്പിക്കുന്നു. സത്യത്തിനെയും വസ്തുതകളെയും നിരത്തി പ്രാധാന്യം നൽകി ആഗോള രാഷ്ട്രീയ ധാരണകൾ കേരളത്തിന്റെ വികസനവുമായി കൂട്ടിച്ചേർക്കുന്ന ഒരു ഉത്തരവാദിത്വമുള്ള നേതാവിനെ തരൂരിൽ കുറച്ചുനാളായി കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. തരൂരിന്റെ പ്രശ്നം അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായി മറ്റു ചിലർ ആരോപിക്കുന്ന ആരോപണം അദ്ദേഹം മോദിയെ കുറിച്ച് സത്യം പറയുന്ന ഒരാളാണ് എന്നതാണ്. അതും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് BJP നേതാവായ ശ്രീ മോദിക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നു എന്നതാണ് തരൂരിനെതിരെ കോൺഗ്രസിൽ നിന്നു തന്നെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകാൻ കാരണം. രാഷ്ട്രീയ സംസ്കാരം യാഥാർത്ഥ്യം പറയുന്നവരെ ഭയപ്പെടുന്നത് പുതിയ കാര്യമല്ല. പക്ഷേ ജനാധിപത്യത്തിൽ സത്യം പറയാനുള്ള കഴിവും ധൈര്യവും മുഖ്യമന്ത്രി സ്ഥാനം പോലുള്ള ഏറ്റവും വലിയ ഭരണ പരിഷ്കാര പദവിയിലേക്കുള്ള പ്രധാന ഗുണങ്ങളാണ് എന്ന് വിലയിരുത്തേണ്ടി വരും. ഒരു നേതാവിന്റെ വിലയിരുത്തൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ താല്പര്യങ്ങൾ മൂലമോ വ്യക്തിപരമായ ഇവരുടെ വിരോധങ്ങൾ മൂലമോ ആകരുത്. പകരം സംസ്ഥാനത്തിന് അദ്ദേഹം നൽകുന്ന ദർശനവും സംഭാവനയുമാകണം അത്. അത്തരത്തിൽ നിലപാടുള്ള, ബോധമുള്ള, പഠിപ്പും പാണ്ഡിത്യവുമുള്ള ഒരാൾ കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നാൽ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന കാര്യം വാസ്തവമാണ്. എന്നാൽ സതീശനും സുധാകരനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെ ഒരു വലിയ നേതൃനിര കേരളത്തിലെ കോൺഗ്രസ് ഭരണത്തിനു മുന്നിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് കൊതി പിടിച്ചു നിൽക്കുമ്പോൾ തരൂരിനെ പോലെ എന്ത് നിലപാടുണ്ടെങ്കിലും അത് തുറന്നു പറയാൻ ധൈര്യമുള്ള, എന്ത് നിലപാടുണ്ടെന്ന് പറഞ്ഞാലും ഒരു വ്യക്തിയെ ആ സ്ഥാനത്തേക്ക് അവരോധിക്കാൻ ലവലേശം ഇവരൊന്നും അനുവദിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ കേരള സമൂഹം തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ പ്രതിധ്വനികളാണ് തരൂർ അടുത്ത മുഖ്യമന്ത്രി എന്ന തലത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന അഭ്യൂഹങ്ങളൊക്കെ. എന്നാൽ അതിനൊക്കെയുള്ള കൃത്യമായ മറുപടി തരൂർ തന്നെ ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിലെ ഭാവി സാധ്യതകളെ പറ്റിയാണ് തരൂർ സംസാരിച്ചത്. താൻ നേതൃത്വത്തിന്റെ ഭാഗമാണെന്ന് തോന്നിയിട്ടില്ല എന്നും പാർട്ടിയോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്നുമാണ് തരൂർ തുറന്നടിച്ചത്. മനോരമ അവതരിപ്പിച്ച ഹോർത്തൂസ് വേദിയിൽ തരൂരിന്റെ ലോകം എന്ന സെഷനിൽ ഷാനി പ്രഭാകരനുമായി സംസാരിക്കവെയാണ് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. കോൺഗ്രസുമായുള്ള ബന്ധം ഇപ്പോൾ എവിടെയാണ് എന്ന ചോദ്യത്തിന് അത് എന്നോട് മാത്രം ചോദിക്കേണ്ടതല്ല എന്നും പാർട്ടി നേതൃത്വത്തിനോട് ചോദിക്കണമെന്നുമായിരുന്നു തരൂരിന്റെ വ്യക്തമായ മറുപടി. താൻ നേതൃത്വത്തിന്റെ ഭാഗമാണെന്ന് പറയാൻ അത്ര ധൈര്യം തോന്നുന്നില്ല. കാരണം തനിക്ക് ഏത് പ്രത്യേക സ്ഥാനവും പാർട്ടി നൽകിയിട്ടില്ല. വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. പക്ഷേ വർക്കിംഗ് കമ്മിറ്റി കൂടുമ്പോൾ 10 മുതൽ 200 പേരാണ് ഉണ്ടാവുക എന്നാണ് തരൂർ കൂട്ടിച്ചേർത്തത്. അതിൽ നിന്ന് തന്നെ പാർട്ടിയോടുള്ള തന്റെ പരസ്യ വിയോജിപ്പ് തരൂർ വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ അതിൽ വലിയൊരു സ്റ്റാൻഡിംഗ് ഉണ്ടോ എന്ന് തനിക്ക് അറിയില്ല എന്നും, പക്ഷേ താൻ കോൺഗ്രസിന്റെ MP ആണ്, തനിക്ക് അതിന്റെ ചില അവകാശങ്ങളുണ്ട്, പാർട്ടിക്ക് തന്റെ വല്ല ആവശ്യവുമുണ്ടെങ്കിൽ അവര് പറയുമല്ലോ എന്നും തരൂർ ചോദിച്ചു. നേമത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി ആരും തന്നോടൊന്നും പറഞ്ഞിട്ടില്ല, താൻ ഒരിക്കലും ഒരു സ്ഥാനത്തിന് വേണ്ടിയും ആഗ്രഹിച്ചിട്ടില്ല എന്നായിരുന്നു. മാത്രമല്ല, സ്ഥാനമല്ല പ്രാധാന്യം, എന്ത് ടൈറ്റിൽ കൊടുത്താലും ആ ടൈറ്റിൽ നാളെ മാറുമല്ലോ, താൻ ഇപ്പോഴേ മുഖ്യമന്ത്രിയായി കഴിഞ്ഞു, ഒരു ദിവസം മുൻ MP ആണ്, പക്ഷേ താൻ ശശി തരൂർ ആയിട്ട് തന്നെ ഇരിക്കും, തനിക്ക് ഈ സ്ഥാനം തരൂ, ഈ ടൈറ്റിൽ തരൂ എന്ന് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല, അത് ചെയ്യാനും പോകുന്നില്ല. പാർട്ടി പ്രത്യേകിച്ചൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല, അവർക്ക് പിന്നെ കഴിവ് അറിയുമെന്ന് വിചാരിക്കുന്നു, പാർട്ടി വന്നു പറഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുമെന്ന ഉറച്ച നിലപാടാണ് തരൂർ വ്യക്തമാക്കിയത്. ഇന്ന് UDF-ന്റെ തലപ്പത്ത് ഒരു വലിയ പ്രശ്നം അധികാരത്തിന്റെ ആക്രാന്തമാണ്. ഓരോ വിഭാഗത്തിനും സ്വന്തം മന്ത്രിസ്ഥാനം വേണം, ഓരോ നേതാവിനും സ്വന്തം ആഗ്രഹത്തിനനുസരിച്ചുള്ള സ്ഥാനങ്ങൾ വേണം. ഈ അകത്തള കലഹങ്ങൾക്കിടയിൽ ഒരു കാര്യമാണ് മറയ്ക്കപ്പെടുന്നത്. കേരളത്തിന് സത്യസന്ധവും ഒരു ശാസ്ത്രീയമായ ചിന്താഗതിയുമുള്ള, ലോക പരിചയമുള്ള, ആഗോള രാഷ്ട്രീയ ബോധമുള്ള ഒരു നേതാവിന്റെ ആവശ്യം. കേരളം ഇനി പഴയ രീതിയിലുള്ള രാഷ്ട്രീയത്തോട് പൊരുത്തപ്പെടുന്നില്ല. ഒരു പുതിയ മാതൃക, ഒരു പുതിയ ഭാഷ, ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം,
അത് സംസ്ഥാനത്തിന് ആവശ്യമാണ്. ഈ മാറ്റത്തിന് ഏറ്റവും അനുയോജ്യമായ നേതാവാണ് ശശി തരൂർ എന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിന് മാറ്റം വേണമെങ്കിൽ സത്യസന്ധതയും ഉറച്ച നിലപാടും അത് തുറന്നു പറയാനുള്ള ആർജവവുമുള്ള ഒരു നേതാവാണ് ആവശ്യം. തരൂരിന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തെ ഉന്നതമായ നേതൃപദവിയിലേക്ക് ഉയർത്തുക കേരളത്തിന്റെ ഭാവിക്കുള്ള നിക്ഷേപമാണ് എന്ന് തന്നെ പറയേണ്ടി വരും.